ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന എൻ്റെ കരിയറിൽ ഏറ്റവും ഒരു വലിയ ബ്രേക്ക് തന്ന ഒളിച്ചിരുന്നേ. നല്ല മാമ്പൂ പാടം പൂത്തിടി പെണ്ണെ കുഞ്ഞു മഞ്ഞ കിളിക്കണ്ണെ കണ്ണാരെ മഞ്ഞണിഞ്ഞ മാൻ കുരുന്നേ. ഒരു സമയത്ത് കേരളത്തിൽ ഉടനീളം ഇങ്ങനെ ബസ്സിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു അമ്മയും മോളും. ഞാനും നജീമ അങ്ങനെ പാടിയില്ലെങ്കിൽ അത് പോവും കയ്യിൽ. അപ്പൊ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തി ഈ വെള്ളം തെറിക്കുന്ന ശബ്ദം അവിടെ ക്ലാപ്പ് ആയിരുന്നു. ഹമ്മിങ്ങിൽ തന്നെ ഞാൻ വീണു കൊടുത്തൊരു പാട്ടാണ്. ഹമ്മിങ് മാത്രമായാലും മതി, ഇനി പാട്ട് വേണമെന്നില്ല, അത്രയ്ക്കും സൂപ്പർ സാധനമാണ്. റിഹേഴ്സലിന് പാടുമ്പോൾ തന്നെ സാർ ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് പാടിയില്ലെങ്കിൽ സാർ അപ്പം പറയും ഓക്കെ നെക്സ്റ്റ് പാട്ട് വേറെ ആക്കാമെന്ന് പറയും. അത്രയും സാർ ഓപ്പണായിട്ട് പറയും. അപ്പൊ എനിക്ക് ഈ പാട്ട് അത്ര ഭ്രാന്താണ്. അത് സുജാ ചേച്ചിയോടൊക്കെ ഷാബാസൊക്കെയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. രാജി, ഇവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. പക്ഷെ സെപ്റ്റിക് ആവില്ലേ തൊട്ടിട്ട്? ഇയാൾക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഈ വൃത്തിയുടെ അസുഖമുണ്ട്. വൃത്തിയുടെ അസുഖമായിട്ടില്ലല്ലേ? അസുഖമുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല. അല്ല, ഞാൻ അവിടെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു ഇനി സെപ്റ്റിക് ആവുമെന്ന് നീ പറയുമെന്ന് വിചാരിച്ചു. ഇല്ല, ടിഷ്യൂ ഒക്കെ കരുതിയിട്ടുണ്ട്. ഈ പരിചയം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ നീ വാപ്പോ എന്നൊക്കെ വിളിക്കുന്നത്. അതിനകത്ത് തെറ്റിദ്ധരിക്കല്ലേ? ഇല്ലേ, ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കാം. തീർച്ചയായിട്ടും കുഴപ്പമില്ല. എങ്കിലും ഒരു നെർവസ്നെസ് ഉണ്ടോ? എനിക്കോ? പൊതു സ്വഭാവമാണ്. പക്ഷെ ഇപ്പൊ ഒരു കോൺഷ്യസ്നെസ് ഇല്ലേ? ആക്ച്വലി എന്തിനാണെന്നറിയാവോ? ഇത് ഫുൾ ഫ്രെയിം ആണോ എന്നുള്ളൊരു കോൺഷ്യസ്നെസ്സും തടി വരുവോ, ഇത്രയും തടി തന്നെ വരുവോ? അപ്പൊ തടി ഉണ്ട്, പക്ഷെ ഇത്രയും വരാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ്. പക്ഷെ ഞാൻ ഈ ലൂസ് ഫ്രെയിം വെക്കുന്നത് മനഃപൂർവ്വമാണ് കേട്ടോ. എന്നെ കുറച്ചുകൂടെ ശരിക്കും ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കുറച്ചുകൂടെ പ്രായമുള്ള ഒരു തടിയനായിട്ടുള്ള മനുഷ്യനായിട്ടാണ്. അപ്പൊ അത് വെട്ടാനാണല്ലേ? അത് വെട്ടിക്കളയണം. ഇല്ല, എനിക്ക് പൊക്കമൊക്കെ ഉണ്ട് എന്ന് കാണിക്കാം. ഇപ്പൊ രാജിയുടെ കൂടെ കുറച്ചുകൂടെ അടുത്ത് ഞാൻ ചേർന്ന് നിന്ന് കമ്പാരിസൺ ഒക്കെ നടത്താം കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പൊക്കം കൂടുതൽ തോന്നുമല്ലോ. ഇനിയുണ്ട് ഐഡിയ? കൊള്ളാം. ഇതൊക്കെ പോട്ടെ, പാട്ട് ഒളിച്ചിരുന്നേ പാടി തുടങ്ങാം. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന എൻ്റെ കരിയറിൽ ഏറ്റവും ഒരു വലിയ ബ്രേക്ക് തന്ന ഒളിച്ചിരുന്നേ. ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ. മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലിപ്പറഞ്ഞേ ചുറ്റിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറഞ്ഞേ. മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ നേതലാമ്പലായോർമകൾ ഒന്നിച്ചിരുന്നേ അന്നേ ഒന്നിച്ചിരുന്നേ തെന്നല്ലൂഞ്ഞാലിന്മേലൊന്നിച്ചിരുന്നേ. രാജി ഇത് പാടുന്ന സമയത്ത് MJ എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചതെന്നുള്ളതാണ് ഞാൻ. MJയുടെ ചില മാനറിസംസ് ഉണ്ടല്ലോ ഒരു പാട്ടിന്. ചേട്ടൻ ഭയങ്കര രസമാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് പാടിയപ്പോഴേ ഇതുപോലത്തെ ഒരു വിഷ്വലൊക്കെ ഉണ്ട് ആ പാട്ടിൽ. ഒരു കുട്ടി ഇങ്ങനെ ഭയങ്കര ഓടി പാടത്തു കൂടെയൊക്കെ ഓടി കളിച്ച് പാടണം. അപ്പൊ ജയൻ ചേട്ടൻ ഇത് പഠിപ്പിച്ചു വന്നപ്പോൾ തന്നെ ഇത് എന്നോട് പറഞ്ഞു. ഭയങ്കര ഒരു ചൈൽഡിഷ് ഒരു ഇന്നസെൻസ് ആ പാട്ടിൽ വരണം. നിഷ്കളങ്കമായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ രാജി അങ്ങനെ തന്നെ ഇതിനെ എടുക്കണം. അങ്ങനെ ജയൻ ചേട്ടൻ്റെ ഒരു സ്റ്റൈലുണ്ട്. അങ്ങനെ ജയൻ ചേട്ടൻ പഠിപ്പിച്ചു. എനിക്ക് ഹാർമോണിയം ഒക്കെ വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. പിന്നെ അത് റെക്കോർഡ് ചെയ്തിപ്പോൾ സൈനോ ചേട്ടൻ, മരിച്ചുപോയ ഗായകൻ സൈനോ ചേട്ടൻ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരാളാണ്. കാരണം സൈനോജി പാടിയ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് പാടാനൊരു പാട്ടിനുള്ള, അയ്യോ ഭയങ്കര പാട്ടായിരുന്നു അത്. ഒരുപാട് സംഗീതത്തിൽ ഒരുപാട് ദൂരം പോകേണ്ട ആളായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയി. എനിക്ക് നേരത്തെ സൈനോ ചേട്ടനെ അറിയാം.
അപ്പം ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ സൈനോ ചേട്ടനായിരുന്നു. ജയൻ ചേട്ടനെ ഇടയ്ക്ക് വന്ന് അതിൻ്റെ കറക്ഷൻസ് പറഞ്ഞ് അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് പാട്ട് തലേ ദിവസം ജയൻ ചേട്ടൻ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് സ്റ്റുഡിയോയിലേക്ക് ജയൻ ചേട്ടൻ വന്നിട്ട് പിന്നെ റെക്കോർഡിങ് സമയത്ത് മുഴുവൻ സൈനോ ചേട്ടനായിരുന്നു. അത് കഴിഞ്ഞ് പാടി ഏകദേശം നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ജയൻ ചേട്ടൻ വന്ന് കറക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കറക്ഷൻ സൈനോ ചേട്ടൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ കറക്ഷൻസ് എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഫൈനലിൽ വന്നപ്പോൾ ജയൻ ചേട്ടൻ വന്നിരുന്ന് ഒരു കേൾക്കലുണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ അയ്യോ ഈ പോർഷൻ കൊള്ളില്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ ഒരുപാട് ഞാനെന്നല്ല എല്ലാ മ്യൂസീഷ്യൻസിനും ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ജയൻ ചേട്ടൻ. അത്രയും ഞാനുള്ള ആളാണ്. ജയൻ ചേട്ടനെ ഇമ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയാം, അത്ര എളുപ്പമല്ല. കാരണം അങ്ങനത്തെ ഒരു മ്യൂസീഷ്യനാണ് പുള്ളി. അപ്പോൾ ജയൻ ചേട്ടൻ അത് അപ്രൂവൽ പറയണ വരെ നമുക്കിങ്ങനെ അത് ഓക്കെ ആയോ കാരണം കുറച്ച് കറക്ഷൻസ് ഒക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ തന്നെ ഞാൻ ബാക്കിലല്ല നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞ് ജയൻ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ സൈനോ ചേട്ടൻ എന്നോട് പറഞ്ഞു, രാജി നിനക്ക് ഈ പാട്ട് എന്തെങ്കിലും ഒരു വഴിത്തിരിവ് നിനക്ക് കൊണ്ടുതരും. ഇവിടെ ഈ കടമ്പ്രയാർ കാണുമ്പോൾ ശിബുചേട്ടന്റെ കുറെ പാട്ടുകളുണ്ട്. ഈ പാടം പൂത്ത കാലം പോലെ പ്രകൃതി അങ്ങ് വർണ്ണിച്ച് കൃഷിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ശിബുചേട്ടൻ തന്നെ പറയും, ഞാൻ ഇന്നേ വരെ മണ്ണിൽ ഇറങ്ങിയിട്ടില്ല, പക്ഷെ എന്റെ പാട്ടുകളെന്ന് പറയുന്നത് അയ്യോ അത് നമുക്കത് വിശ്വസിക്കാൻ ഭയങ്കര പാട്. ശിബുചേട്ടൻ പറയുന്നത് വെച്ചാൽ ഹേലി സാറിന്റെ കൃഷി പരിപാടി സ്ഥിരമായിട്ട് കണ്ടിട്ടാണ് ഈ തിനയും വയലും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി. എല്ലാ പാട്ടിലും അതുണ്ട്. അതുപോലെ മാമ്പൂപ്പാടം മാമ്പൂപ്പാടം പാടാം, എന്നിട്ട് ഞാൻ പറയാം. നല്ല മാമ്പൂപ്പാടം പൂത്തിടി പെണ്ണെ കുഞ്ഞു മഞ്ഞ കിളിക്കണ്ണെ കണ്ണാരെ മഞ്ഞണിഞ്ഞ മാൻ കുരുന്നേ എൻ്റെ ഞാവൽ തോട്ടം കായ്ക്കണ കാലം തത്തമ്മയ്ക്ക് താലിക്കെട്ട് പോവാലോ മുക്കുത്തിക്ക് മുത്തു കൊരുക്കാം നല്ല മാമ്പൂ പാടം പൂത്തടി പെണ്ണെ കുഞ്ഞു മഞ്ഞ കിളിക്കണ്ണെ. ഈ ദൂരദർശന്റെ പരിപാടി നടക്കുന്ന സമയത്ത് രാജലക്ഷ്മി ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്ന ഫ്രോക്ക് ഇട്ട ആ തടിച്ച കുട്ടി എന്നാണ്. അതെ, വളരെ ശരിയാണ്. ഇപ്പോഴും എവിടെ ചെന്നാലും ഹംസധ്വനി എന്ന് പറഞ്ഞാൽ വേറെ ചാനലൊന്നും ആ സമയത്തില്ല, നാഷണൽ ദൂരദർശൻ. അപ്പൊ നാഷണലിലെ മേരിയ വാസുനോ എന്ന ഭയങ്കര പ്രതിവേട്ടനൊക്കെ സമ്മാനം നേടിയ അതെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ മത്സരങ്ങൾ ആൾക്കാർ ഇങ്ങനെ കണ്ടു തുടങ്ങിയ സമയത്ത് തിരുവനന്തപുരം ദൂരദർശൻ ഒരു സംഗീത മത്സരം അനൗൺസ് ചെയ്യുന്നു, ഓഡീഷനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ പേര്, ഇന്ന് നമ്മുടെ മുൻനിരയിലുള്ള പല പാട്ടുകാരും അന്ന് ആ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സുദീപ് ഏട്ടൻ, ഗായത്രി ചേച്ചി, പിന്നെ അന്ന് ഇന്റർവ്യൂ അൻസാറിക്ക, ബ്രദർ. അതെ, ചേട്ടനായിരുന്നു വിന്നർ. അതെ, ജ്യോതി ചേച്ചി വിന്നർ. ഇവർ രണ്ടുപേരുമായിരുന്നു. ഞാൻ സെക്കൻഡ് ആയിരുന്നു. പക്ഷെ അത് ഈ 15 എപ്പിസോഡിൽ വൈൻഡപ്പാണ് പരിപാടി. പക്ഷെ അത് ഭയങ്കര വ്യൂവർഷിപ്പ് ആയിരുന്നു. വേറെ ചാനലില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി. ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രോക്കും ഇന്നും ഫ്രോക്ക്. രാജി ഇപ്പോഴും രാജിയുടെ വർത്താനത്തിനകത്തൊക്കെ ഒരു ഈ ചൈൽഡിഷ്നെസ് ഉണ്ട്, ക്യൂട്ട്നെസ് ഉണ്ട്. അതെനിക്ക് പ്രായം എത്രയായി? പ്രായം 41 വയസ്സൊക്കെ. പ്രായം പറയല്ലേ, പറയാൻ പാടില്ലേ? എനിക്കറിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഭയങ്കര നിഷ്കളങ്കമാണ്. ഭയങ്കര നിഷ്കു. ഞാൻ വിചാരിച്ചു പ്രായം ഞാൻ ചോദിക്കുന്ന സമയത്ത് പ്രായം പറയില്ല. വിക്കിപീഡിയ എടുത്ത ആൾക്കാർ നോക്കില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, ഹംസധ്വനി പറഞ്ഞതുകൊണ്ട് പ്രായം പറയാതിരിക്കാൻ പറ്റില്ല. അന്നേ പാടി തുടങ്ങിയതാണോ? അല്ല, അത് ഞാൻ 9 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു ഫുൾ ഓർക്കസ്ട്രയിൽ പാടുന്നത്. ഈ പറഞ്ഞ ഫ്രോക്ക് ഇടുമ്പോ തന്നെ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ എത്ര വർഷമായി? 30 വർഷമായില്ലേ? അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തേ. അപ്പോൾ തടിയും ഈ കുട്ടിത്തൊക്കെ അത് കൊച്ചിലോട്ട് ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ വന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് അങ്കിൾമാർ, ചേട്ടന്മാർ, അപ്പോൾ എല്ലാവരും എന്നെ മോളെ. ഇപ്പോഴും അതെ, ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കേട്ടോ, അതിന് പഴയുള്ളവർ എന്നെ രാജി മോളെ വിളിക്കണേ. അത് അപ്പോഴേ തൊട്ട് എന്നെ കണ്ടതല്ലേ. അപ്പം കലാഭവനിൽ പാടുമ്പോഴാണെങ്കിൽ ആ സമയത്ത് അവിടെ മണിച്ചേട്ടൻ, ദിലീപ് ഏട്ടൻ, അവരോടൊക്കെ ഞാൻ ഷോസിന് പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും എന്നെ
മോളെ എന്നാ വിളിക്കണേ. അപ്പൊ ആ കുട്ടിത്തം അപ്പോൾ തൊട്ട്, പിന്നെ വീട്ടിലാണെങ്കിലും ഞാൻ ഇളയാള്, അപ്പൊ അമ്മൂമ്മയും മുത്തശ്ശനും അമ്മയും ചേട്ടനും അവരും എന്നെ ഒരു ചൈൽഡ്, അവിടെയും ചൈൽഡ്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലും ഞാനാണ് ചെറിയ ആള്. ഹസ്ബൻഡും ഞാനും തമ്മിൽ 8 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു ചൈൽഡ് സംഭവം എനിക്ക് എപ്പോഴും എല്ലാ സമയത്തും ഉണ്ട്. പിന്നെ ഏറ്റവും നല്ലതല്ലേ എന്തിനാണ് എനിക്ക് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്, നിങ്ങളോട് നിരന്തരമായി സംസാരിക്കാൻ തോന്നിയിട്ടുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ചൈൽഡിഷ്നെസ്സും, പിന്നെ ഒപ്പം എല്ലാത്തിനെയും വളരെ ഈസി ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ചൈൽഡിഷ്നെസ് അല്ല കേട്ടോ, ചൈൽഡ് അല്ല. ഞാൻ വേണ്ട സ്ഥലത്ത് സീരിയസ്നെസ് ആവും. പക്ഷെ ബേസിക്കലി ഞാൻ ഇങ്ങനെ കുറെ പൊട്ടത്തരൊക്കെ പറയും. പിന്നെ എന്താ പറയാ, ഭയങ്കര അങ്ങനത്തെ ഒരു കോൺഷ്യസോ അങ്ങനെയൊന്നുമില്ല. ഇതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ തന്നെ പോട്ടെ, ഒരു കുട്ടിത്തം കളി. പക്ഷെ എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. സാറിന്റെ ഷോയിൽ ഞാൻ വന്ന് കാണുന്ന സമയത്ത് കുറെ പാട്ടുകൾ രാജി പാടുന്നു. അപ്പൊ വിചാരിച്ചു ഇതെങ്ങനെ, സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയും കൊതിയോടുകൂടി നമ്മൾ അവിടെ ഷോയ്ക്ക് വരുമ്പോൾ ഇത്രയും പാട്ട് സാർ എന്തായാലും രാജലക്ഷ്മിക്ക് കൊടുക്കണമെങ്കിൽ അതിനകത്തൊരു ചെറിയ സിംഗർ അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ലൈവ് സിംഗിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ലൈവ് എല്ലാവരും പാടിയാൽ നന്നാവണമെന്നില്ല. അപ്പോൾ പ്രശസ്തരായ പലരും പാടുമ്പോഴും ലൈവിൽ പാളിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ ലൈവ് എവിടെ പാടിയിട്ടുണ്ടോ അവിടെ എല്ലാം ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും. അത് ലൈവ് ഭയങ്കര വേറൊരു പരിപാടിയാണ്. ഭയങ്കര പരിപാടിയാണ്. ലൈവ് പാടിയില്ലേ ഞാൻ തുടങ്ങണേ. റെക്കോർഡിംഗ് ഒക്കെ പിന്നെ ആ ഒരു ഗ്രോത്തിൽ റെക്കോർഡിങ്ങിൽ വന്നതാണ്. പക്ഷെ ലൈവാണ് അന്ന് ഇന്ന് എനിക്ക് ഹരം. അപ്പൊ ലൈവ് പാടുമ്പോൾ നമ്മൾ ആ പാട്ടുകൾ കൃത്യമായ ആ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പാട്ടിൽ മാത്രം ശ്രദ്ധിച്ച് പ്രസന്റ് ചെയ്യാന്നുള്ളത് എനിക്ക് കൊച്ചിലെ അമ്മ തന്നിരിക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പോ വിദ്യാജിയുടെ ഷോയ്ക്കാണല്ലേ രജനീഷേട്ടൻ? വിദ്യാസാഗർ ഷോയ്ക്ക് നോക്കിയപ്പോ കുറേ പാട്ടുകൾ, എനിക്ക് എത്ര പാട്ടാണെന്ന് എണ്ണിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു രാജിയാണ് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയെന്ന് തോന്നുന്നു. അത് ശരിയാണ്, കുറെ പാട്ടിൽ അതൊരു വലിയ ഭാഗ്യം. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അത്. പ്രാക്ടീസ് ഒരാഴ്ചയായിരുന്നു. സാറിന്റെ ലിസ്റ്റുകൾ വെണ്ണില ചന്ദന കിണ്ണം തൊട്ട് ഇങ്ങനെ അവിടെ പ്രാക്ടീസ് ആണ്. അപ്പം ഞാൻ പ്രാക്ടീസിന് എല്ലാ ദിവസവും അവിടെ പോയിരിക്കുകയും അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി കുറച്ച് പാട്ടുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട്. ചില പാട്ടിൽ പാടാൻ ആളുണ്ടായിരുന്നില്ല. അപ്പം എന്നോട് സാറിങ്ങനെ ആരൊക്കെയോ മൂളുന്നൊക്കെ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, ഡു യു നോ ദ സോങ് എന്തോ. ഞാൻ പറഞ്ഞു യെസ് സാർ എന്ന് പറഞ്ഞു. അപ്പം കം ഓൺ എന്ന് പറഞ്ഞു. അവിടാന്ന് ഇപ്പോൾ ഒരാഴ്ച എല്ലാ പാട്ടും റിഹേഴ്സലിന് ഓൾമോസ്റ്റ് എല്ലാ പാട്ടും ഞാൻ സാറിന്റെ പാട്ടിൽ പിന്നെ നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ. അപ്പം എല്ലാ എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ നമ്മൾ ആ ഒരു ഏജ് തൊട്ട് സാറിന്റെ പാട്ടുകൾ കേട്ട് നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ നമ്മളെ മുക്കിയെടുക്കാറുണ്ടെന്ന് പറയില്ല, ഇമേഴ്സ്ഡ് ആയി പോകാറുണ്ട്. അതേപോലൊരു ഫീല് ചില പാട്ടുകളിലെ ഹമ്മിങ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഹമ്മിങ് ആയിരിക്കും, ഇല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ കിടക്കുന്ന ഒരു സാധനം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പാട്ട് നിരന്തരമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നുള്ളത്. ഞാൻ സാറിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറ് അന്ന് കുറച്ച് പാട്ടുകളൊക്കെ നോക്കി ഒന്ന് ആദ്യമല്ല, എപ്പോഴും സാറിന് നമുക്ക് അങ്ങനെയാണ്, പേടിയാണ്. അപ്പം ആ ഒരു അകലമുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറ് പാട്ടുകളൊക്കെ എൻ്റെ അടുത്ത് ഈ പാട്ട് മാറ്റിയിട്ട് നമുക്ക് ഇത് ഇടാല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് മറ്റേ നീലത്താമരയില്ല പകലൊന്നും മാഞ്ഞ രീതിയിൽ. അപ്പം സാർ എന്നെ നോക്കി, ഓഹോ ഭയങ്കര ഫാനാണല്ലോ. അപ്പം ഞാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സാർ. ഓക്കെ അതൊക്കെ നമുക്ക് ഷോന് പാടാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്നാലും എനിക്കത് പറയണം. അങ്ങനത്തെ കുറേ പാട്ടിലെന്നിട്ട് ഞാൻ അത് അധികാരം പറയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആ പ്രോഗ്രാമിന് ഈ പറഞ്ഞ പോലെ ചാന്തുകുടഞ്ഞൊരൊക്കെ അന്ന് നല്ല, ഞാൻ വിചാരിച്ചതിലും ഭയങ്കര ഫസ്റ്റ് ഹമ്മിങ് ഞാനും നജീമും കൂടി. നമുക്കത് പാടിയ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചാന്തുകുടഞ്ഞൊരു. അതിന്റെ ഹമ്മിങ് തുടങ്ങുമ്പോൾ തന്നെ ഹമ്മിങ്ങിൽ തന്നെ ഞാൻ വീണു കൊടുത്തൊരു പാട്ടാണ്. ഹമ്മിങ് മാത്രമായാലും മതി, ഇനി പാട്ട് വേണമെന്നില്ല, അത്രയ്ക്കും സൂപ്പർ സാധനമാണ്. അത് റിഹേഴ്സലിന് പാടുമ്പോൾ തന്നെ സാർ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് പാടിയില്ലെങ്കിൽ സാർ അപ്പം പറയും ഓക്കെ നെക്സ്റ്റ് പാട്ട് വേറെ ആക്കാമെന്ന് പറയും. അത്രയും സാർ ഓപ്പണായിട്ട് പറയും. അപ്പം എനിക്ക് ഈ പാട്ട് അത്ര ഭ്രാന്താണ്. അത് സുജാ ചേച്ചിയോടൊക്കെ ഷഹബാസൊക്കെയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ഈ പാട്ട് പിന്നെ ഒറ്റയ്ക്ക് പാടുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക്
ആ ഗിവ് ആൻഡ് ടേക്കിൽ ഒരു മൈക്രോ സെക്കൻഡ് തെറ്റിയ ആ പോയി, മൊത്തം പോയി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, തെറ്റിക്കാതെ പാടി നോക്കിയാലോ? ആ അത് പറഞ്ഞപ്പോ ഞാൻ ഒരു വെള്ളി അത് വേണോന്നൊക്കെ. അതെ, ചിലരൊക്കെ എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കില്ലേ പാടാൻ. ഇപ്പോ രാജലക്ഷ്മിക്ക് എന്തായാലും എന്നെ അറിയാം. അതെ, എന്നെ കുറച്ച് പാട്ടൊക്കെ പഠിപ്പിച്ചൂടെ? അല്ല പാട്ട് ഭയങ്കര ഇതാണെന്ന് എനിക്കറിയാം, ഇവിടം വരെ ഉണ്ടെന്ന് എനിക്കറിയാം. പുറത്തേക്ക് വരത്തരുത്, ഇവിടം വരെ ഓക്കെ, അങ്ങനെയല്ല. ഈ പാട്ടായത് ഉള്ളിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത് പുറത്തേക്ക് വിടണം. ഇത് പാട്ട് അയ്യോ, ഇതൊക്കെ പാടുകയാണെങ്കിലേ ആ പാടിയ സുജാത ചേച്ചി തന്നെ ഇനി അത് വീണ്ടും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചേച്ചി തന്നെ പറയും, വേണ്ട മോനെ നന്നായിട്ട് ഞാൻ പാടി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അത്രയ്ക്ക് അസാധ്യ പാട്ടല്ലേ. അതെ, അപ്പൊ ഞാൻ പാടി നോക്കാം. പക്ഷെ ഈ പറഞ്ഞ എനിക്ക് ഇപ്പുറത്തൊരു കുറ്റി വേണം, എന്നാലേ അത് വരുള്ളൂ. എന്നാലും ഞാനിവിടെ മയിൽക്കുറ്റിയായിട്ട് ഇങ്ങനെ അത് പറ്റില്ല. പാടണം. ഇങ്ങനെ പോവും. അതാ ഞാൻ പറഞ്ഞത്. അവസാനത്തെ പോർഷൻ അത് ഓഹോ, അത് മേല് പാടുമ്പോ അതാണ് സാധനം. അത് കൊണ്ട് നിർത്തുമ്പോ ഉണ്ടല്ലോ നമ്മൾ തലേക്ക് ഇങ്ങനെ പെരുത്ത് വരില്ലേ. ഞാൻ ഓരോ പ്രാവശ്യം ഈ പാട്ട് ആ ഹമ്മിങ് ഇല്ലാതെ ഒരു തരത്തിലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. അതിങ്ങനെ പീക്കിൽ കൊണ്ട് അത് അതാ ലൈവില് അന്ന് പാടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഒരുപാട് പേര് ആ സമയത്ത് സ്റ്റോറി ഇങ്ങനെ മെൻഷൻ ചെയ്തു. ആ സമയം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നമ്മളിത് എന്താണ് സംഭവിക്കാൻ പോണേന്നിങ്ങനെ. കാരണം ഞാനും നജീമ അങ്ങനെ പാടിയില്ലെങ്കിൽ അത് പോവും കയ്യിൽ. അപ്പൊ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തി. ഈ വെള്ളം ധരിക്കുന്ന ശബ്ദം ഞാൻ ഇവിടെ ക്ലാപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അതൊക്കെയാണ് നമ്മുടെ ലൈവ് സിംഗിങ്ങിന്റെ ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുക്കുന്നതിന്റെ ആ ഒരു ഇത് അപ്പൊ തന്നെ കിട്ടുക. ശരിക്കുമുള്ള ഒരു പ്രേമത്തിന്റെ ഒരു പീക്കല്ലേ ആ ഹമ്മിങ്ങിൽ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതൊരു ജീനിയസ്. ആ സിനിമയുടെ ഇത് ആ ഹമ്മിങ്ങിലുണ്ട്. അതെ അതെ, അത് ആ കഥയുടെ പ്രധാനപ്പെട്ട ആ സ്പേസിൽ തന്നെ അത്തരം ഒരു ഹമ്മിങ്ങിനെ ചേർക്കുമ്പോൾ ചിലപ്പോൾ സജഷൻസ് ഉണ്ടായിരുന്നിരിക്കും, എനിക്കറിയില്ല, അതിന്റെ പിന്നിലെ കഥ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ തന്നെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് അതിങ്ങനെ ഭയങ്കര ജീനിയസ്. ആ ഹമ്മിങ്ങിൽ തന്നെ ക്ലൈമാക്സും കഴിഞ്ഞു. അതിന്റെ ആ ഒരു പാരമ്യത്തിലേക്ക് അത് എത്തി. അത് ബ്രില്യൻ്റ് ആണ്. വിദ്യാജിയുടെ അടുത്ത് ചോദിക്കണം എപ്പോഴെങ്കിലും എങ്ങനെയാണ് ഇത്. ഈ പറഞ്ഞ സജഷൻസ് ഉണ്ടായി കാണും. അപ്പോൾ അങ്ങനെ ആ പാട്ട് പിന്നെയും വെണ്ണില ചന്ദനക്കിണ്ണം, കരളി നിൻക, അങ്ങനെ കുറേ പാട്ടുകൾ അന്ന് എനിക്ക് സാറ് ഇവിടെ നിന്ന് കണ്ടക്ട് ചെയ്യല്ലേ ഇവിടെ നിന്ന്. നമ്മൾ ഇവിടെ നിന്ന് പാടുമ്പോൾ പറഞ്ഞാൽ അത് പേടിയാണ്. പക്ഷെ എന്നാലും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ക്രിയേറ്റർ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞാൽ അതൊക്കെ വിടണം. നമ്മൾ മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ. ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് എനിക്ക് യുഗ്മഗാനമൊക്കെ പാടുമ്പോൾ ഞാൻ പിന്നെ ആ ഒരു മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പണ്ട് കോൺഷ്യസ്, ഇപ്പം അതൊക്കെ വിട്ടു. ഇപ്പം എന്താണോ ആ പാട്ട്, ഞാൻ ആ പാട്ടിലേക്ക് മാത്രമേ പോവുള്ളൂ. എൻ്റെ എന്തുവാ ഞാൻ ഇട്ടിരിക്കുന്നത്, ഞാൻ മേക്കപ്പ് കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് വിഷയമല്ല. അങ്ങനെയാണ് ഞാൻ പാട്ടുകൾ ഫീല് ഉള്ളിലേക്ക് എടുത്തിട്ട് അവിടെ അപ്പോൾ ആ ഫീൽ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഫീലാണ് എപ്പോഴും ആദ്യം കമ്മ്യൂണിക്കേറ്റ്, അതേ ഫീൽ കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. അത് വരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഞാൻ അങ്ങനെ കേട്ടോ വിശ്വസിക്കണം. വരിയാണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുക, കാതല വരിയാണ്. അത് കഴിഞ്ഞിട്ട് ട്യൂണ് പിന്നെയാണ്. അത് ആ വരിക്ക് മാച്ച് ചെയ്തൊരു ട്യൂണ് കൂടി കയറുമ്പോഴാണ് അത് ഏറ്റവും ഇരിക്കുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആണ്. അപ്പം ഞാൻ അങ്ങനെയാണ് പാട്ടിൽ എപ്പോഴും ലൈവിൽ പാടാറുള്ളത്. അപ്പോൾ അത്രയും പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് മ്യൂസിക് തെറ്റില്ല.
മ്യൂസിക് നമ്മൾ ഓൾറെഡി കുറച്ചധികം കേട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കും. അത് ഉള്ളിലുണ്ടാവും. പ്രത്യേകിച്ച് അമ്മ പഴയ പാട്ടുകളൊക്കെ ആണെങ്കിൽ അമ്മ എല്ലാ പാട്ടുകളും അമ്മ എനിക്ക് പാടി തന്നിട്ടുണ്ട് കൊച്ചിലെ തൊട്ട്. ഞാനൊരു അമ്മൂമ്മ പ്രായമൊന്നും ഇല്ലെങ്കിലും ഞാൻ കൊച്ചിലെ കേൾക്കുന്നതൊക്കെ പഴയ പാട്ടുകളാണ്. അവിടുന്നെൻ ഗാനം കേൾക്കാൻ, ഇത് വാസന്ത പഞ്ചമി നാളിൽ താനേ തിരിഞ്ഞും മറിഞ്ഞും, ഇങ്ങനെയൊക്കെയുള്ള കാദംബരി, ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ട്യൂൺ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ വലുതായി വരുമ്പോൾ എന്താണ് സന്ദർഭം, എങ്ങനെയാണ് അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഫിലിം യൂട്യൂബ് വന്നത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ നമ്മളിപ്പം പല പാട്ടുകളും നമ്മൾ ചിലപ്പോൾ ഇത് ശോകഗാനമാണെന്ന്, പക്ഷെ ചിലപ്പോൾ അത് നമ്മൾ വിഷ്വൽ കാണുമ്പോഴായിരിക്കും അതൊരു ഇപ്പം അകലെ അകലെ നീലാകാശം അത് കേൾക്കുമ്പോൾ നമ്മളൊരു സാഡ് ഉണ്ട് അതിൽ. പക്ഷെ അത് എനിക്ക് സത്യനും ശീലം അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് പാടാ പാട്ടാ. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ വിഷ്വൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പഠനമാണ്. പക്ഷേ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലൈവിൽ എനിക്ക് ഒരു പെശകുകൾ വരാതെ മ്യൂസിക് ഡയറക്ടറിനെ ഒരിക്കലും പാട്ട് എൻ്റെ പാട്ട് നശിപ്പിച്ചു അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം മിക്കവാറും എല്ലാ സംഗീത സംവിധായകരും അവരുടെ ഓൺ സോങ്സിൻ്റെ പ്രോഗ്രാമിനൊക്കെ വിളിക്കാറുണ്ട്. ലൈവ് ഷോസ് അന്നും ഇന്നും ഇങ്ങനെ ലൈവ് പാടുമ്പോൾ അന്നും ഇന്നും രാജി വേറെ ലെവലാണ്. എനിക്കറിയില്ല. ഞങ്ങൾ ലൈവ് ഇങ്ങനെ പാടിപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് MJയുടെ ഉറങ്ങാതെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ MJയുടെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കണ്ണുടച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയുന്ന പാട്ട് ഇതായിരിക്കും, ഉറങ്ങാതെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയിലെ എല്ലാ പാട്ടുകളും. അത് പറ്റില്ല. ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത് പാട്ട് പാടി നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഈ പാട്ട് പാടി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏത് ലൈവിൽ പോയാലും പിന്നെ ഈ പാട്ട് മറക്കില്ല. എന്നാൽ പാട്ട് പാടി നടന്നാലേ നടക്കാം. ലിറിക്സ് പറയാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ലിറിക്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഏത് പാട്ടാണെന്ന് മനസ്സിലാവണമല്ലോ. അപ്പൊ ഞാൻ ഈ പാതിരാവനമുല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നതിനേക്കാളും എനിക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ പാതിരാവനമുല്ല ജാലകം വഴി എന്റെ എന്ന് പറയും. പല ഇന്റർവ്യൂവിലും ശ്രദ്ധിക്കാറുണ്ട്. അതെ, ഇത് പാട്ടല്ല ആക്ച്വലി. പക്ഷെ ആ പാട്ടിന്റെ മീറ്ററിൽ ഇത് ഇങ്ങനെ ആവുമ്പോ പെട്ടെന്ന് അവർക്ക് കത്തും. പാട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പാട്ട് പാടുമ്പോ കുറച്ചുകൂടെ ഇപ്പൊ മീറ്ററിൽ അഴിഞ്ഞു കിടന്നൊരു പുടവയെന്നോർത്തു ഞാൻ അല്ലിനിലാവിനെ മടിയിൽ വെച്ചു ഞാൻ അടിമുടി. ഇത് ഞാൻ പാടിയ ശരിയല്ലെങ്കിൽ ഇതാണ് പാട്ട് ആക്ച്വലി അല്ലേ? അപ്പോ അത് പറ്റില്ല. പിന്നെന്താ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാ ഇതിനൊന്ന് കംപ്രസ് ചെയ്ത് ഈ സാധനം ഒറിജിനൽ പാട്ട് കേൾക്കാം. ശരി. ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, മിഴിവാതിൽ ഇതൾ ചാരി നിഴൽ നാളം തിരി താഴ്ത്തി മനസ്സു നീർത്തുന്ന പൂമെത്തയിൽ ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ. ഈ പാടുന്ന സമയത്ത് നടക്കാൻ പറയുന്നത് ഭയങ്കര തെറ്റാണ്. അപ്പൊ ഞാൻ തന്നെ നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്നുണ്ടോ നിങ്ങൾക്ക് ശ്വാസം മുട്ടുമോന്ന് പേടിച്ചിട്ടേ. കാരണം അത്രയും മൈന്യൂട്ട് സാധനങ്ങളുള്ളത് ആ പാട്ടിൽ. ഈ പാട്ടിലൊക്കെ നമ്മൾ അത്രയും നമ്മുടെ ബ്രീത്തിനെയും വളരെ കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. ഈ പാട്ട് പഠിക്കാൻ പ്രേരണയായിട്ടുള്ളത് അമ്മയാണ്. അമ്മയുടെ ആ നിശ്ചയദാർഢ്യമാണ് ശരിക്കും ഒരു രാജലക്ഷ്മി എന്ന് പറയുന്ന സിംഗർ. പക്ഷെ ചെറുപ്പത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോയെന്ന് എനിക്ക് ഏറെക്കുറെ ധാരണയുണ്ട്. ശരിക്കും ആ സമയം മറികടന്നു പോയി എങ്കിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി തന്ന നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യാനൊക്കെ കാരണമായത് പക്ഷേ ആ കാലഘട്ടത്തിൽ അത്തരം ഒരു അവസ്ഥ കൂടിയല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയൊരു മുമ്പോട്ട് ഇങ്ങനെ പോകാനുള്ള ഏറ്റവും വലിയ ഊർജ്ജം ആ സമയമാണ്. പിന്നെ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് ഇതുപോലെ മീഡിയയോ ഇങ്ങനത്തെ സപ്പോർട്ടോ. പിന്നെ ഞാൻ സാധാരണ
സാധാരണ ഫാമിലി. അച്ഛൻ ഇല്ല, അമ്മ, മുത്തശ്ശൻ, അമ്മമ്മ, ചേട്ടൻ. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇതിനു മുമ്പ് പ്രൊഫഷണൽ മ്യൂസിക് രംഗത്തേക്കൊന്നും വന്നിട്ടുമില്ല. അപ്പം അമ്മ നന്നായി പാടുമായിരുന്നു. അമ്മയുടെ കുടുംബത്തിലെല്ലാവരും പാടും നന്നായിട്ട്. അമ്മയ്ക്കൊരു വലിയ പാട്ടുകാരിയായിത്തീരണം എന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. അപ്പം മകൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് അമ്മ മനസ്സിലാക്കിയപ്പോൾ എന്തായാലും പാട്ടുകാരിയാക്കണം എന്ന് അമ്മ നിശ്ചയിച്ചു. എന്നിട്ട് അമ്മ ഇറങ്ങി തിരിച്ചു എന്ന് വേണം പറയാനായിട്ട്. പാട്ട് പഠിപ്പിക്കാനും അതുപോലെ എന്താ പറയുക, ഒരു സമയത്ത് കേരളത്തിൽ ഉടനീളം ഇങ്ങനെ ബസ്സിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു അമ്മയും മോളും അത് പലരും കണ്ടിട്ടുണ്ട്. പല ബസ് സ്റ്റാൻഡുകളിലും ബസ് കാത്തും ഒക്കെ രാത്രി നേരം വെളുപ്പിച്ച് കൂട്ടുക അങ്ങനെയൊക്കെ. പക്ഷെ അതൊരു ഇപ്പം അതൊക്കെയാണ് എനിക്ക് എനർജി തരുന്നത്. ആ ഒരു സമയം കുറച്ചൊരു സ്ട്രഗ്ലിങ് പീരീഡ് വെച്ചാൽ എനിക്ക് എന്താണ് ഇങ്ങനെ എന്ന് അറിയില്ല. ഞാൻ ഈ ഒരു ഒഴുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് ആലോചിക്കുമ്പോൾ അത് ആ എന്താ പറയുക, കുടുംബത്തിനും അത് ആ ഒരു ആവശ്യമായിരുന്നു അന്നത്തെ അവസ്ഥയിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരുപാട് ഗാനമേള, അന്ന് ഗാനമേളകളാണല്ലോ, ഗാനമേള പരിപാടികൾക്ക് പോവുക, കോറസ് പാടുക, ഹമ്മിങ്സ് പാടുക. പക്ഷേ ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. മ്യൂസിക് ഡയറക്ടേഴ്സ് ചിലപ്പോൾ നമ്മളടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളത് ഒരു ശരിയായ രീതിയിലായിരിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചു ഇങ്ങനെ മടങ്ങി പോകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു മനസ്സിൽ കരഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ പിൽക്കാലഘട്ടത്തിൽ ഊർജ്ജമായിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതെ, അയ്യോ ഭയങ്കര ഇതല്ലേ അതൊക്കെ ഓർക്കുമ്പോൾ. നമുക്ക് അങ്ങനത്തെയൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ വരുന്ന വഴിക്ക്. അപ്പോൾ ഇപ്പം അതൊക്കെ പിന്നെ ചിലർ നമ്മളെ മുഖം മറച്ച് ഇങ്ങനെ കാണിച്ചവർ ഇപ്പോൾ നമ്മളെ അയ്യോ പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊള്ളാം, ഇങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും ഒരു സ്ട്രഗിൾ എന്ന് പോലും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് അങ്ങനെയാണ് വരേണ്ടത്. അതിനിപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊന്നും ഞാൻ അത് പറയുന്നില്ല. സ്ട്രഗിള് ഇപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. കുറേ യാത്ര, എത്രയോ വർഷങ്ങൾ ഒന്നും ആവുന്നില്ല. നമുക്ക് ഇപ്പം സ്ത്രീകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി കവിഞ്ഞ് നമുക്ക് ആൾക്കാരുമായിട്ട് പരിചയം വെക്കാനോ. അമ്മ കുറച്ച് കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ളൊരു ആദർശമുണ്ട്. അപ്പോൾ അതിൽ മാത്രമേ നിന്നിട്ടേ അമ്മ എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. അതിന്നും ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം. എൻ്റെ അമ്മ എന്ന് പറയുമ്പോഴേ ആൾക്കാർ അപ്പം എണീക്കും. ഈ ഒരു ആലക്ഷ്മിയുടെ അമ്മ അത്ര റെസ്പെക്റ്റാണ്. അമ്മയുടെ ഒരു യൗവനം മുഴുവനും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചതാണ്. അപ്പോൾ അത്രയും കൺവിക്ഷനോടുകൂടി വന്ന ആയതുകൊണ്ട്. എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ ഇപ്പോൾ സിംഗപ്പൂരാണ്. അപ്പം ഞങ്ങളെ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ആ ഒരു വാല്യൂസും എല്ലാം അമ്മ തന്നിട്ടുണ്ട്. ഞാൻ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് ഇതിൽ ഫീൽഡ് നിൽക്കണ്ടേ, എങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ രാജി ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ ടൈം കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണ്ടി തന്നു. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായത്. ഒരു പക്ഷേ രണ്ടാമതൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടൈം കിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അന്നും അതൊന്നും ആലോചിച്ചിട്ടില്ല ഇന്നും. കാരണം ഞങ്ങൾ 3 പേരെന്നുള്ളത് ഒരു ലോകമായിരുന്നു. അമ്മയും അമ്മയുടെ അപ്പുറം ഇപ്പുറയും ഞങ്ങൾ രണ്ടുപേരും, പിന്നെ അമ്മൂമ്മയും മുത്തശ്ശനും അവരുടെ കാലം കഴിയുന്നവരെ അവരും ഉണ്ടായിരുന്നു. അപ്പം മറ്റ് ചിന്തകളൊന്നും അമ്മയ്ക്കോ ഞങ്ങൾക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മയെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അമ്മയായി, ഞാനിപ്പം ഒരുപാട് പേരെ ഞാൻ കാണുന്നു, പക്ഷെ ഞാൻ അമ്മയുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല. പക്ഷെ അമ്മ ഈസ് റൈറ്റ് എന്നെനിക്ക് ഇപ്പം വളരെ ഉറച്ച് പറയാൻ പറ്റും. പുതിയ തലമുറയിലെ ആൾക്കാരിൽ പുതിയ ചിന്താഗതിക്ക് ചിലപ്പോൾ അത് ഞാൻ രാജിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, അമ്മ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ തന്നെ. കാരണം അത് ഞങ്ങൾ ഈ ഒരു ലോകമാണ്. അത് അതിൻ്റെ ഒന്നും കാരണമെന്ന് എനിക്ക് പറയാറില്ല. അമ്മ അത്രയും അധ്വാനിച്ച് ഞങ്ങളെ വളർത്തി. അമ്മ ഉദ്ദേശിച്ച പോലെയൊക്കെ ഞങ്ങളുമായി. അമ്മ ഏറ്റവും ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നുന്നു അമ്മയുടെ പ്രായത്തിൽ അന്ന് സന്തോഷിച്ചിരുന്ന അമ്മയുടെ സമപ്രായക്കാരെക്കാൾ കൂടുതൽ അമ്മ ഈ സമയത്ത് അമ്മ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ സന്തോഷം ഇതാണ്, അതാണ് ഞങ്ങളുടെ സന്തോഷം. പക്ഷെ അന്ന് നിങ്ങൾ
കടന്നുപോയൊരു വഴി ഉണ്ടാവും. ഇടയ്ക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ 3 പേരും കൂടി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ 2 പേരും കൂടി ഇരിക്കുമ്പോഴോ ഒക്കെ അത് പറയുമായിരിക്കും, അന്ന് നമ്മളവിടെ പോയപ്പോൾ ഇത് സംഭവിച്ചില്ലേ. പക്ഷെ ഇന്നത് പറയുന്നതിന് വേറൊരു സാധനമാണുള്ളത്, ഇന്നൊരു ആസ്വാദനമാണുള്ളത്. ഇന്ന് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ, അമ്മ ഇപ്പം സിംഗപ്പൂരാണ് ചേട്ടൻ്റെ അടുത്ത്, ഞാനൊരു 1 വീക്ക് മറ്റേ പാട്ട് ബുക്കൊക്കെ ഇവിടെ വെച്ചിട്ട്, മറ്റേ പരിപാടിക്ക് പോകാനാണല്ലോ നമ്മൾ പുറത്തോട്ട് പോകണേ, എല്ലാം ഇവിടെ വെച്ചിട്ട് ഞാനൊരു 1 വീക്ക് ഫുൾ അമ്മയും ചേട്ടനും ഞാനും മാത്രം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒരു ടൈം അത് ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇരിക്കാറുണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഒരു അനിയത്തി കുട്ടിയൊക്കെ ഉണ്ടല്ലേ? ഉറപ്പ്. എനിക്കത് പറയുമ്പോഴേക്കും എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ ഞാനും രാജുവും തമ്മിൽ. കുറേ രാജു അത് മറ്റേ മായാവി ഞങ്ങളങ്ങനെ മറ്റേ ട്യൂഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും രാജു രാധ, അതേപോലെ രാജു രാധ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു, ചേട്ടൻ അങ്ങ് പോയി, ഞങ്ങൾ പരസ്പരം കാണാൻ കുറേ ഇതായി. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും കാണും. ചേട്ടൻ എൻ്റെ എന്താ പറയണ്ടേ എനിക്കറിയില്ല, കാരണം ഈ മലർന്ന് മലരാതെ ഒന്നും എനിക്ക് പാടാൻ പറ്റില്ല. പാട്ട് കേട്ടിട്ടില്ലേ? മലർന്ന് മലരാതെ പാതി മലർ പോലെ വളരും വിഴിവണ്ണമേ, வந்து விடிந்தும் விடியாத காலை பொழுதாக വിളൈந்த കല എന്നമേ. ഒരു ചേച്ചി അനിയത്തിയും ചേട്ടനും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പാട്ടാണ്. അപ്പൊ അതൊക്കെ എനിക്ക് സ്റ്റേജിലൊന്നും പാടാൻ പറ്റില്ല, ഞാൻ കരയും. അത്ര ഇഷ്ടമാണ് എൻ്റെ ചേട്ടനെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന പലരും, ഇപ്പോൾ രാജലക്ഷ്മി ഞാൻ പരിചയപ്പെടുമ്പോഴും നിങ്ങളോട് അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇഷ്ടം തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു വർത്താനത്തിൻ്റെ സ്റ്റൈലാണോ അതെ ബിഹേവിയർ എന്താ പാറ്റേൺ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പം നേരിട്ട് എനിക്ക് വലിയൊരു സംഭവമല്ല, പക്ഷെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു കെയറിങ് മനോഭാവം നമ്മളുടെ ഉള്ളിൽ വരും. മനസ്സിലായോ? ഈ കൊച്ചിനെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഉള്ളിലെ ചിന്ത വരുന്നത്. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ ഒരു ചേട്ടൻ്റെ അനിയത്തിയായിട്ടിരിക്കുന്നത് കൊണ്ടുള്ളൊരു. അതെ, കറക്റ്റാണ്. ഞാൻ ചേട്ടൻ്റെ അനിയത്തി. പിന്നെ എനിക്ക് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിക്കണത്. ചേട്ടാന്ന് ഞാൻ വിളിച്ചാൽ അവരെന്നെ അങ്ങനെ കാണുള്ളൂ. പിന്നെ ഞാൻ സംസാരിക്കണതും എനിക്ക് മറ്റ് ഒരു തോട്ട്സൊക്കെ എനിക്ക് അങ്ങനെ വളരെ റെയറാണ്. എനിക്കെപ്പോഴും ഞാൻ ഒരു കുട്ടിയാണ്, ഞാൻ എത്ര വയസ്സായാലും ഇതാണ് എൻ്റെ ഒരു സ്റ്റൈല്. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. എല്ലാവരുടെയും ഒരു അനിയത്തിയായിട്ടിരിക്കാം, വയസ്സായവരുടെ. അല്ല, ഇവരൊക്കെ എന്നെ ചേച്ചി എന്ന് വിളിക്കും. എനിക്ക് ആ ഒരു സിസ്റ്റർ ഒരു ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുക. ശരിക്കും ഈ ഫീൽഡിൽ ഒരുപാട് കാലം നിൽക്കുമ്പോൾ ഒരുപാട് തരത്തിൽ നമുക്ക് ഇഷ്ടങ്ങൾ വരും. ഇപ്പോൾ പാട്ടിനോട് തന്നെ നമുക്ക് തോന്നുന്ന ആരാധന എന്ന് പറയുന്നത് ഒരു പാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നില്ല. ആ പാട്ട് ക്രിയേറ്റ് ചെയ്ത മനുഷ്യരോടും നമുക്ക് ഭയങ്കര ഇഷ്ടം വരും. ഈ ഇഷ്ടം പാട്ടുപാടി നമ്മളൊരിതും മാനേജ് ചെയ്യും. പാട്ട് നന്നായിട്ട് പാടുമ്പോൾ നമുക്ക് ആ ഇഷ്ടം കിട്ടിയതുപോലെ തന്നെ ഫീൽ ചെയ്യും. കാരണം അതാണല്ലോ നമ്മൾ ചെയ്യേണ്ട ഡെഡിക്കേഷൻ. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് പോകുന്ന സമയത്ത് എങ്ങനെയാ അത് വളർന്ന ഒരു സാഹചര്യം വെച്ചിട്ട് രാജ്യം മറികടന്ന് പോവോ? അതെ, പാട്ട് പാടി ആ ഇഷ്ടത്തിനെ അങ്ങോട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി, എൻ്റെ ഒരു വഴി. അല്ലാതെ എനിക്ക് അവരോട് എനിക്ക് അങ്ങനെ പോയി പ്രകടിപ്പിക്കാനോ ആ പരിപാടി ഒന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആസ്വദിക്കും. എനിക്ക് അവരോടുള്ള ഇഷ്ടം മുഴുവനും ഞാൻ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കും. ഒരു ഇഷ്ടം അങ്ങനെയാണ്. വിദ്യാജിയുടെ നമ്മൾ പറഞ്ഞു, അതുപോലെ രാജാ സാറ്, റഹ്മാൻ സാറ്, ചിലപ്പോൾ സൽ ചൗധരി, സൽഡ, ചിലപ്പോൾ ദേവരാജൻ മാസ്റ്റർ, അങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു എവിടെ ഒരു പിടിക്കുന്ന ഒരു സാധനം. അവിടെ ഞാൻ തിരിച്ചത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പാട്ടിലൂടെ, അവരുടെ പാട്ടിലൂടെ. ഈ പാട്ടിന്റെ ഫീലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തില് സത്യത്തിൽ ആ ഫീല് അത്രയേറെ ശ്രദ്ധിക്കുന്നത് എനിക്ക് രാജലക്ഷ്മി പറയുമ്പോഴാണ്. ഹമ്മിങ്ങിന് ഫീലുണ്ട്. ഓൾറെഡി നമ്മൾ ഹമ്മിങ് ശ്രദ്ധിക്കും. എനിക്ക് ഹമ്മിങ് ശ്രദ്ധിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പല പാട്ടിലും ഹമ്മിങ് ശ്രദ്ധിച്ചിട്ട് ക്രിയേറ്റേഴ്സ് എഴുതി വെച്ചപ്പോൾ ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ അരികിൽ നിന്നും, അതിലൊരു ഹമ്മിങ് ഉണ്ട്. ആ ഹമ്മിങ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് താഴെയാണ്, പക്ഷെ അവസാനിക്കുന്നതും താഴെയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു തലം മാത്രം. ഇപ്പോൾ ഒരു ഭക്തിയുടെ പാരമ്പര്യമാണെങ്കിൽ, ഭക്തിയാണ് അതിനകത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയമെങ്കിൽ ഇത് താഴെ ഇറങ്ങേണ്ട ആവശ്യമില്ല. പീക്കിൽ തന്നെ നിന്നാൽ മതി. ഭക്തിക്ക് ഇറക്കമില്ല.
കയറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പം മനുഷ്യനുമായിട്ട് അത് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ അതിനകത്തൊരു അർത്ഥം വരും. അതേപോലെ ഈ ഇതിനെയൊക്കെ ഇങ്ങനെ ഇത് മനസ്സിലാക്കിയവർ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് പലതരത്തിലും നമുക്ക് തന്നെ അർത്ഥം കൽപ്പിക്കാൻ തോന്നില്ലേ. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതെന്നുള്ളത് രാജലക്ഷ്മി എന്നോട് പറയുമ്പോഴാണ് ഞാൻ വീണ്ടും പോയിട്ട് ഹമ്മിങ് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് എന്ത് രസമാണ്, ഇത് എക്സാമ്പിൾ ആണ്. അതെ, ആ പാട്ടിന്റെ ഹമ്മിങ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അർത്ഥം കിട്ടും. ആ അർത്ഥം ഏറ്റവും പീക്കായിട്ട് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ജസ്റ്റ് ഒരു 4 ബാറോ അല്ലെങ്കിൽ 8 ബാറോ അതിൽ സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ജീനിയസ് ആണ് മ്യൂസിഷ്യൻ്റെ. പിന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഉദ്ദേശിച്ചത് തന്നെ നമ്മൾ പാടുകയും വേണം. അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക്. വിദ്യാസാഗർ സാറിന്റെ അടുത്ത് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ചോദിക്കും ഞാൻ. ചോദിക്കണം. തല്ലിയില്ലെങ്കിൽ ഉത്തരം നിങ്ങൾ. സാറ് തല്ലില്ല. അല്ലെ, എന്നെ കുറച്ച് ഇഷ്ടമായതുകൊണ്ട് കുറച്ചൊരു സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സാറിന് അതൊക്കെ ഇഷ്ടം. നമ്മൾ അത്രയും വാച്ച് ചെയ്ത് പറയണതൊക്കെ സാറും ചിലപ്പോൾ എനിക്കായിരുന്നില്ല ആ പാട്ട്, വേറെ ആർക്കും ആയിരുന്നു. അപ്പം റിഹേഴ്സലിന് പാടിയപ്പോഴാണ് സാറിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ സോങ് നീ തന്നെ പാടി. അപ്പം ഞാൻ സാറിനെ നോക്കുന്നുണ്ട്. ഈ ഹമ്മിങ് പാടിക്കഴിഞ്ഞാൽ ഞാൻ സാറിനെ നോക്കണുണ്ട്. അപ്പം സാറിന്റെ മുഖം കാണുമ്പോൾ അത് ഓക്കെ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത്രയും നമ്മൾ പ്രോഗ്രാമിന് പാടുന്നതിന് മുമ്പേ ഇത് ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു. പാട്ട് ഫസ്റ്റ് ടൈം ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ സാധനം വന്നു. അപ്പൊ അങ്ങനെ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ, അതിന്റെ കുറെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. പാട്ടിന്റെ സമയം പൊന്നുഷസ് എന്നും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്ന് വെച്ചാൽ പി ജയചന്ദ്രനെ ഓർക്കുമ്പോൾ ഒരു നിറ പുഷ്പമായി കിടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു പൊന്നുഷസ് എന്നുമാണ് അവസാനം അതിൽ വിൻ ചെയ്തത്. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഗ്രാവിറ്റിയിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് മറ്റേ പാട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ പാട്ട് ഉള്ളിലായതിനു ശേഷം പിന്നെ ഒന്നും ലോകമൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ. രമേശ് സാറിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സാർ ചെയ്തിട്ടില്ല. സാറൊരു ആസ് എ കമ്പോസർ സാറിന്റെ പാട്ടുകൾക്കൊക്കെ ഒരു കണ്ണോട് കണ്ണൂരം ഭയങ്കര ഒരു സാധനമുണ്ട്. ഒരു നിറ പുഷ്പം എല്ലാരും പാടുന്നു. ഈ പാട്ടിൽ ഈ ജയേട്ടൻ്റെ ഒരു മാജിക്കും ചിത്ര ചേച്ചിയുടെയും കൂടി ആ ഒരു സാധനം വന്നപ്പോഴേക്കും ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു വേറെ ഒന്നും പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റില്ല ആ ലെവലെ. പിന്നെ ജയേട്ടൻ്റെ നമ്മളെല്ലാവരും ജയേട്ടൻ്റെ വലിയ എനിക്കറിയാം ജയനീഷ് ചേട്ടൻ ഭയങ്കര ഫാനാണെന്ന് പറയാം. ഫാനെന്ന് വെച്ചാൽ ആ മനുഷ്യൻ പാടിയത് ഇപ്പം ഇടയ്ക്ക് അപ്സലിക്ക നിങ്ങളുടെ സമം പരിപാടിക്ക് വേണ്ടിയിട്ട് സ്വയംവര ചന്ദ്രിക പാടുന്ന സമയത്ത് ഞാൻ യഥാർത്ഥത്തിൽ ഉള്ളുകൊണ്ട് ആ പാട്ട് കേട്ടു. പക്ഷെ ആ സമത്തിൽ പാടിയിട്ടുള്ള ഈ ബാക്കിയുള്ള പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ശരിയാവൂല എന്ന് പറയുന്ന ഒരു മനസ്സുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അയ്യോ ഇത് ശരിയാവൂല എന്നാണ് നമ്മൾ ആദ്യമേ പ്രീ ജഡ്ജ്മെന്റ് ആണ്. ഇത് ഇവര് പാടിയത് ശരിയാവുന്നില്ല എന്ന് വെച്ചാൽ സാറ് പാടി വെച്ചേക്കുന്നത് അവരനുകരിക്കുന്നുമില്ല. അത് നല്ലതാണ്. ഞാനൊരു സാധനം കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം ദാസാറിന്റെ പാട്ടുകൾ പാടാൻ നമുക്ക് ഒരുപാട് ഗായകരുണ്ട്. സാറിന്റെ ഏകദേശം കുറച്ച് അനുകരണവും ഉണ്ട്, അല്ലാതെ സാറിന്റെ ഇമോഷൻസിനെ ഇമിറ്റേറ്റ് ചെയ്തും ആ ശബ്ദം ദാസാർ ഇങ്ങനെ ഒരു ഇമേജ് നിൽക്കല്ലേ എല്ലാവർക്കും. പക്ഷേ ജയേട്ടന്റെ പാട്ടുകൾ പാടുന്നവര് കുറവാണ്. ജയേട്ടന്റെ സാധനം കിട്ടിയവര് ഞാൻ നോക്കിയിട്ട് എനിക്ക് 1-2 പേര് ഒഴിച്ച് ബാക്കി ജയേട്ടന്റെ പാട്ടുകൾ പാടാൻ പറ്റില്ല. അതാ ചേട്ടൻ അങ്ങനെയാണ്. അതാണ് ഭാവഗായകൻ. ആ ശബ്ദത്തിന്റെ ഇതൊക്കെ നമ്മൾ പറയുന്നത് ശബ്ദത്തിനോട് മാച്ചുള്ള വളരെ കുറവല്ലേ സിംഗേഴ്സ്. ദാസാറിന്റെ ശബ്ദത്തിനും മാച്ചുള്ള ഒരുപാടുണ്ട്, പക്ഷെ ജേട്ടൻ ഇല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴും മാത്രമല്ല ഈ കൊടുക്കുന്ന വളവും തിരിവില്ലേ ഇനി ലോകത്ത് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അല്ലാതെ ഈ ഗായകരൊക്കെ പാടുന്നത് ക്ലീൻ ആണ്, പക്ഷെ അതല്ല പ്രശ്നം. ഈ പുള്ളി കൊടുത്തേക്കുന്ന വളവും തിരിവും അനുകരിക്കാൻ ചെറിയ ഓസിലേഷൻസ്. അതിൽ ഏറ്റവും രസം അറിയോ, ജേട്ടൻ ഇപ്പം നേരിട്ട് ഇരുന്നവർക്കറിയാം. ജേട്ടൻ പാടണൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നായിരിക്കും പാടണം. നമ്മളിതിനെ ഇങ്ങനെയൊക്കെ പാടുമ്പോൾ ജേട്ടൻ ചിലപ്പോൾ കാലൊക്കെ നീട്ടിയിരുന്ന് കൈയൊക്കെ പൊക്കി വെച്ച്, പക്ഷെ പാടുന്നത് ഇങ്ങനെ ആയിരിക്കും. അയ്യോ അതൊരു ഭയങ്കര. ഞാൻ വിചാരിക്കും ഈ മനുഷ്യന് ശ്വാസം മുട്ടാതെ എങ്ങനെയായിരിക്കും പാടുന്നതെന്ന്. ഇത്രയും അതായത് ഇങ്ങനെ നിന്ന് നിപ്പിലങ്ങ് പാടുകയാണേ. അതൊരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണത് ഒരു മാജിക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ ഇപ്പം പാട്ട് ബോഡി ലാംഗ്വേജിൽ കൂടെ വരുന്നതാണല്ലോ. മ്യൂസിക് അങ്ങനെ നമ്മൾ കാണണ്ടേ. പക്ഷെ ജേട്ടനെ നോക്കിയാൽ അങ്ങനെയല്ല. ഇപ്പൊ റോക്ക് മ്യൂസിക്കൊക്കെ നമ്മൾ കാണണം, അവർ ഭയങ്കരമായിട്ട് അവരുടെ ആ മ്യൂസിക്കിന് വേണ്ടിയിട്ട് അവർ മൂവ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ. ഈ ജേട്ടൻ എന്ന് പറഞ്ഞാൽ ജേട്ടൻ കൊടുങ്കൈ കുത്തി ഇങ്ങനെയൊക്കെ കിടന്നിട്ട് മറ്റേ പൊന്നുഷസെന്നും അല്ലെങ്കിൽ അത്രയും ഫീൽ ചെയ്യുക. അനുരാഗാനം പോലെ നമ്മൾ ഈശ്വരൻ നമ്മളൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. അതൊരു
അസാധ്യ മനുഷ്യൻ. പാട്ട് പാടാം. അപ്പോൾ പാട്ട്. ഒന്നു പിണങ്ങിണങ്ങും നിൻ കണ്ണിൽ കിനാവുകൾ പോക്കും പൂമ്പുലർക്കണി പോലേതോ പേരറിയാ പൂക്കൾ നമ്മെ തിരിച്ചറിഞ്ഞെന്നോ ചിരബന്ധുരമേ സ്നേഹബന്ധം നമ്മെ തിരിച്ചറിഞ്ഞെന്നോ ചിരബന്ധുരമേ സ്നേഹബന്ധം പൊന്നുഷസിന്നും നീരാടുവാൻ വരുമേ സൗന്ദര്യ തീർത്ഥക്കടവിൽ നഷ്ടസ്മൃതികളാം മാരിവില്ലിൻ വർണ്ണ പൊട്ടുകൾ തേടി നാം വന്നു. നിങ്ങളിത് ലൈവ് പാടുമ്പോഴുണ്ടല്ലോ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇത്ര പാടാണല്ലേ. ലൈവ് എന്ന് പറയുന്ന വേറൊരു പരിപാടിയല്ലേ. ലൈവ് ഇത്രയും സാധനങ്ങൾ വരണ്ടേ അതിന്റെ കൂടെ, എല്ലാം ഒരുമിച്ച് വരണം. അതൊരു ടാസ്ക്കാണ്, വലിയ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പക്ഷെ അതിൽ വീണ അത് സെറ്റാണ്. നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയാ ഓക്കെയാണ്. അത് പോയില്ലെങ്കിൽ അത് ഒക്കത്തില്ല. നിങ്ങളുടെ പാട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിജുപാലേട്ടന്റെ പാട്ടുണ്ടല്ലോ. ബിജുചേട്ടന്റെ കുറച്ച് പാട്ടുകൾ പാടിയുണ്ട്. അതിൽ ഒന്ന് ഈ പറഞ്ഞ നമ്മള് അധികം ശ്രദ്ധിക്കാതെ പോയൊരു പാട്ടാണ് ഒരുപോലെ വിങ്ങും ഒരുപോലെ. പാട്ടാണ്. ഇഷ്ടാണോ പാട്ട്? അതെ. മനുഷ്യൻ അതിനകത്തുണ്ട്. ഈ MJ യുടെ കാര്യം പറഞ്ഞ പോലെ വിജയേട്ടൻ അതിനകത്ത് ഉണ്ട് ആക്ച്വലി. എന്ന് വെച്ചാൽ അത്രയും ഒരു കുട്ടി പൂവറിക്കാനൊക്കെ പോയിട്ടോ. അത് ചൈൽഡിഷ്നെസ് എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് ഷൂട്ടാണെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര രസം. അത് കണ്ടപ്പോ കുഴപ്പമില്ലല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഇച്ചിരി വട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ കാതിൽ വേണമെങ്കിൽ ഞാൻ വെക്കാം. വേണ്ട, ഈ ആങ്കർ ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് ആൾക്കാരൊക്കെ പറയും. അപ്പം വിജുചേട്ടന്റെ പാട്ടുകള് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു ഈ മൂഡാണ് ബിജുചേട്ടന്റെ പാട്ടുകൾ. ഒരു പ്രത്യേക ഒരു വേറൊരു നേച്ചറാണ് ബിജുചേട്ടന്റെ പാട്ടുകൾക്ക്. അപ്പം ഞാൻ ഈ പാട്ട് വയലാർ ശരത്തേട്ടനെ എഴുതിയേ. നമ്മുടെ സുദീപേട്ടനും ഞാനും കൂടിയാണ് പാടിയത്. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ ബിജുചേട്ടൻ എനിക്കൊന്ന് പാട്ട് എഴുതി കഴിഞ്ഞിട്ട് പാടി. ബിജുചേട്ടൻ അധികം സംസാരിക്കൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരുപാട് സംസാരമൊന്നും ഇല്ല. അപ്പം ഇങ്ങനെ പാടി രണ്ട് കണ്ണുകളാണ്. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല സംഭവം. എന്താ പല്ലവി ലിറിക്സ് രണ്ട് കണ്ണുകളെ കുറിച്ചാണ്. അപ്പൊ ഞാനത് പാടാപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ രണ്ട് കണ്ണുകൾ എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരുപോലെ ചിമ്മും ഒരുപോലെ വിങ്ങും ഒരുപോലെ ചാഞ്ഞൊന്നുറങ്ങും ഒരുപോലെ ചിമ്മും ഒരുപോലെ വിങ്ങും ഒരുപോലെ ചാഞ്ഞൊന്നുറങ്ങും ഒരു വിരൽ ദൂരമേ തമ്മിലുള്ളൂ ഒരുമിച്ചു മാത്രമേ യാത്രയുള്ളൂ ഒരിക്കലും കാണാത്ത മിഴികൾ നമ്മൾ. ഇവിടെയാണ് കണ്ണുകളാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഞാനൊരു പൊട്ടിയാണല്ലോ ബേസിക്കലി. ഞാൻ പാട്ട് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിയുള്ളവരെ അല്ല ഉറുമ്പടിച്ചു. അപ്പൊ ഇങ്ങനെ അത് എഴുതിയപ്പോ എനിക്ക് ഇതെന്താ ഇത് ഒരുപോലെ ചിമ്മും ഒരുപോലെ വീങ്ങും ഒരുപോലെ അപ്പൊ ഞാൻ ഇങ്ങനെ ഉറങ്ങാണോ, ആരാ ഉറങ്ങ. പിന്നെയാണ് വിജയേട്ടൻ അങ്ങനെ പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തപ്പോ അയ്യോ എന്തൊരു രസമായിട്ടാ. ഏകദേശം അതുപോലെ ഒരു സാധനം ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുണ്ട്. ഇരു കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കവിളിണകളിൽ വെച്ച് കണ്ടുമുട്ടി അവർ കണ്ടുവന്ന സ്വപ്നത്തിൻ കഥ ചൊല്ലി എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ഇവിടെ വന്ന് ചേരുന്നത്. പിന്നെ മഴത്തുള്ളി പോലെ അവർ മണ്ണിൽ വീണ് തകർന്നു പോയി. അതാണ് അതിൻ്റെ. അപ്പോൾ അതിലും ഇങ്ങനെ ഇവർ കാണുന്നത് അവിടെ വെച്ചിട്ടാ അങ്ങനെ ഒരു ഇമേജ് ആ പാട്ടിലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അനുപല്ലവിയൊക്കെ ഇങ്ങനെയാ. നിരന്തരം നമ്മളലയുന്നുവെങ്കിലും
പരിചിതമായുള്ള പ്രണയം പറയുവാനാവാതെ പങ്കിടാൻ കഴിയാതെ നല്ല രസാ. സൂപ്പർ പാട്ടാ. സൂപ്പർ പാട്ടാ. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇത് ചില പാട്ടിൽ സിനിമ അതാണോ കാരണം സിനിമ അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടാത്ത റേഡിയോയിലൊക്കെ എപ്പോഴും വരുമായിരുന്നു. പക്ഷെ നല്ലൊരു പാട്ടാണ്. അല്ല പക്ഷെ ഇത് എക്സിസ്റ്റ് ചെയ്യും. എന്താ അറിയോ, ചില പാട്ടുകളൊക്കെ തിരിച്ചു വന്നല്ലോ. അപ്പൊ അതിന്റെ ആഴങ്ങളിലൊക്കെ ഇൻസ്റ്റയിലൂടെ ഇപ്പൊ വീണ്ടും പോപ്പുലർ ആവും പോലെ വിജയേട്ടന്റെ ഈ പാട്ടൊക്കെ ഇനി വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും ഇത് ആസ്വദിക്കപ്പെടും. ഇല്ലെങ്കിൽ എഴുതി വെച്ചോ. പിന്നെ ബിജേട്ടൻ്റെ ഒരു രാമന്റെ ഏതെന്തോട്ടം ആ സിനിമയില് അതില് 2 പാട്ട്. ഒന്ന് മാവിലക്കൂടിൽ പൈങ്കിളി, അത് ഞാൻ പാടിയ. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ തന്നെ ഉപയോഗിച്ചു. അത് അന്ന് പറഞ്ഞില്ല. 2 പാട്ടും നന്നായിട്ട് എടുത്തു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ ഒരു പാട്ടായിരിക്കും രാജയ്ക്ക് വരിക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മാവിലക്കൂടിൽ എൻ്റെ ഒരു ടൈപ്പ് ഇത് തന്നെയാണ്. പക്ഷെ അകല് ഒരു കാടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ല അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അപ്പം ബിജേട്ടൻ പറഞ്ഞ ഒരു പാട്ടും കൂടി പാടാം രാജി, പിന്നെ അത് ഒന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ലിറിക്സ് മാത്രം തന്നു, ട്യൂണ് ഞാൻ പറഞ്ഞുതരാം പാടിയാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ ബിജേട്ടൻ അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ, ഞാൻ അകലെ ഒരു കാട്, ഓക്കെ അത് ടേക്ക്. നുകരാതെ പോയ മധുരമുണ്ടോ, ഞാൻ അതാ പാടി. എനിക്കിപ്പം എന്താ പാടിയെന്ന് ഓർമ്മയില്ലല്ലോ. നമ്മൾ അടുത്തത് വിട്ടു. അടുത്ത ബിജേട്ടൻ കോഡ് വിടും. അവിടെ വന്നിളവേറ്റ നാട്ടു പെൺപക്ഷി തൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത പൊൻവേണു, ഇതെല്ലാം ഇങ്ങനെയാ പോണേ. ഇത് കഴിഞ്ഞപ്പോ എനിക്കിത് മറ്റേ ഈ പറഞ്ഞ ദിക്ക് പോയ നമ്മള് കാടിന്റെ ഉള്ളിൽ പെട്ടു. കാടിന്റെ ഉള്ളിലും പെട്ടത്. എനിക്കിത് ഇവിടെ നിന്നാ തുടങ്ങിയ ഈ ട്യൂൺ എന്താ ഇങ്ങനെ, ഇതെവിടെ ഒന്നും ആകെ തലവേനെ. അത് ഞാൻ പറഞ്ഞു വാ മുഴുവൻ കേൾക്കണം. മുഴുവൻ കേട്ടപ്പോഴാണോ ഒരു ബ്യൂട്ടിഫുൾ ഒരു പോയട്രി. ചിന്തിരിക്കുമ്പോൾ ഒരിറ്റു സ്നേഹം തന്ന് താലോലമാട്ടുന്ന ചില്ലയുണ്ടോ, താരാരിരാരാ തരാരാരാരാര മിന്നാമിനുങ്ങിൻ വെളിച്ചമുണ്ടോ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം അത് ശ്രേയജി അത് പാടുന്നു പറഞ്ഞത്. അവരത് ഞാൻ പാടിയ ട്രാക്ക് കിട്ടിയിട്ടാണ് പാടിയിട്ടുണ്ടാവുക. അപ്പം അതുപോലെ തന്നെ അത് വന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. പാടിയതുപോലെ തന്നെ ശ്രേയ ഘോഷാൽ അത് പാടി. അല്ല ഞാൻ കുറെ പാടി സിംഗറാണല്ലേ ശ്രേയ ഘോഷാൽ. രാജലക്ഷ്മി എന്താണോ പാടി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അത് പാടാൻ പറ്റി. ശ്രേയാജി സൂപ്പർ. ശ്രേയാജി ഗോഡ് ബ്ലെസ് യു. അങ്ങനെ അല്ല ഞാൻ കുറെ പാട്ട് ശ്രേയയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇത് രണ്ടാമത് ബിനീത എന്ന് പറഞ്ഞ സിംഗർ എന്റെ അടുത്ത് വന്ന് ഇന്റർവ്യൂവിൽ പാടുന്ന സമയത്ത് ഞാൻ വീണ്ടും അതിനകത്ത് വീണു. പിന്നെ ആ പാട്ട് അത്രയും ഗംഭീരമായിട്ട് കേട്ടൊരു പാട്ട് പുള്ളിക്കാരി വന്ന് പാടുന്ന സമയത്ത് ഞാൻ വീണ്ടും വീണു കൊടുത്തു. അത്രയും എനിക്ക് അത്ര ഇഷ്ടമില്ല. അല്ല ഞാനത് കണ്ടിരുന്നു. അല്ല ഈ പാട്ടും ഒരു പ്രത്യേക ഒരു ഇതാണ്. ആ സിനിമയും ഒരു നല്ലൊരു ഒരു സബ്ജക്റ്റാണ് പറയണേ. അപ്പൊ അങ്ങനെ മാവിലക്കുടിയിൽ എന്തായാലും ഞാൻ പാടി. അതുപോലെ അതിന്റെ കോൺസെപ്റ്റ് ഇല്ലേ, രണ്ടർത്ഥത്തിൽ അതിനെ വായിക്കാം. പക്ഷെ എങ്കിലും അകലെ ഒരു കാടിന്റെ നടുവിലൊരു പൂവാണ്, ആ പൂവിൽ നുകരാതെ പോയ മധു ആണ് ചോദിക്കുന്നത്. സന്തോഷമ്മ ചേട്ടനാണ്, സ്വന്തം ചേട്ടനാണ്. അപ്പോ അത് ഒരു തരത്തിലൊരു നല്ല രസമുള്ളൊരു സാധനമാണ്. എനിക്ക് കാടൊക്കെ അങ്ങനെ ആ ഒരു സങ്കല്പങ്ങൾ രണ്ട് രീതിയിൽ അതിനെ സങ്കല്പിക്കാൻ പറ്റും കേട്ടോ. ആ പാട്ടിനെ രണ്ടർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില പാട്ടുകൾ അങ്ങനെയാണ്. പക്ഷെ ഇതിൽ അതിന്റെ സ്ട്രെയിറ്റ് അർത്ഥത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ സെക്കൻഡ് മീനിങ് ആണ് ചിലപ്പോഴൊക്കെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു സ്ട്രെയിറ്റ് മീനിങ്ങിൽ എനിക്ക് ഭയങ്കര ഒരു രസം തോന്നി. ഞാൻ ഇന്നലെ സെക്കൻഡ് മീനിങ്ങിലേക്കൊന്നും പോയിട്ടില്ല. ഞാനത് ഫസ്റ്റ് എനിക്ക് തന്ന ഒരു സാധനം. പിന്നെ സിനിമയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആ പാട്ടിൻ്റെ ഒരു ഇത് മനസ്സിലായി. പക്ഷെ ഭയങ്കര ഞാൻ ട്രാക്ക് പോലെ പാടിയതാണെങ്കിൽ എനിക്കത് ഭയങ്കര പ്രിയപ്പെട്ട പാട്ടാണ്. അപ്പം അതിൽ മറ്റു പാട്ടിന് എനിക്ക് കുറച്ച് റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടിയത് മാവിലക്കുടി. അറിയുമോ കരിമുകിൽ മലയുടെ മാറിൽ പനിമഴയായി
പെയ്ത പാട്ട് അറിയുമോ കരിമുകിൽ മലയുടെ മാറിൽ പനിമഴയായി പെയ്ത പാട്ട് മഞ്ഞുമാല കോർക്കും ഋതുസുന്ദരിയുടെ പ്രിയനൊരിടയനാദ്യ രാഗമോതുന്നൊരു പാട്ടുമേകുമോ താഴ്വരയിൽ കുഞ്ഞു തെന്നൽ താളമിടും നേരത്ത് 7 സ്വരം തൊട്ടെടുത്തൻ നെഞ്ചകത്തെ കൊമ്പത്ത് മാവിലക്കൂടിൽ പൈങ്കിളി കോകിലക്കിളി പാടടി വീണ്ടു കിട്ടിയ പൂങ്കുഴൽ മഴക്കാർ നിറക്കിളിയോതടി. ആ ഇടയ്ക്കുള്ള സാധനം നിർത്താതെ പാടുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര രസമായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയണം. അത് ഭയങ്കര പാടാ സാധനം. മഞ്ഞുമാല കോർക്കും ഋതുസുന്ദരിയുടെ പ്രിയനൊരിടയനാദ്യ രാഗമോതുന്നൊരു പാട്ടുമേകുമോ. ഓ അഭ്യാസങ്ങളാണല്ലേ. അഭ്യാസങ്ങളാ അമ്മേ. രസമുള്ള പരിപാടിയാണ്. അതേപോലെ എന്നും എപ്പോഴില്ലേ അത് ശ്രദ്ധിക്കപ്പെട്ട പാട്ടായിരുന്നു. അത് ഈ പറഞ്ഞ ജേട്ടൻ്റെ കൂടെ പാടാൻ പറ്റിയതൊരു ഭാഗ്യല്ലേ. ഈ പറഞ്ഞ നമ്മൾ ഇത്രയും ആരാധിക്കുന്ന ഒരാള് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ പാടുക, അതും വിദ്യാജിയുടെ പാട്ട്. വിദ്യാജിക്ക് അതിനു മുമ്പ് ഞാൻ ഗീതാഞ്ജലി എന്ന സിനിമയിലെ ഒരു പാട്ട് ദൂരെ ദൂരെ ആഴിപ്പണി നല്ല ONV സാർ എഴുതിയ അത് പാടിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം അതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം ചേട്ടനായിട്ട് ആ സമയത്ത് ഞാൻ എന്നും സംസാരിക്കണ ഒരു സമയമാണ്. എന്നും ചേട്ടൻ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സുശീലാമ്മയെക്കുറിച്ച് പറയും. സുശീലാമ്മയുടെ ഈ പാട്ട് കേട്ടില്ലേ, എന്നാൽ ഇന്ന് പഠിക്കണം, വൈകുന്നേരം വിളിക്കുമ്പോൾ പാടണം. അത്രയും ആ ലെവലാണ്. 1 മണിക്കൂറൊക്കെയാണ് ചേട്ടൻ മിനിമം സംസാരിക്കുക. അത്രയൊരു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു, വിദ്യയുടെ ഒരു പാട്ട് പാടിയിട്ടോ ഇന്നലെ. സത്യൻ്റെ പാടാ. അപ്പം ഞാൻ ആണോ, നല്ല പാട്ടാ, ഗംഭീര പാട്ടാ, എന്നിട്ട് ഇത് പാടി കേൾപ്പിക്കും അതിൻ്റെ ആ പല്ലവി. അപ്പം ഞാൻ നല്ല പാട്ട് ചേട്ടാ, നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നത് വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ നിന്ന്. ഞാൻ ചെന്നൈയിൽ പോകുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഡുവറ്റാണ് ഒരു സോങ്, മെയിൽ വോയിസ് പോട് സാർ. മെയിൽ വോയിസ് കേട്ടപ്പോൾ ചേട്ടൻ്റെ പാട്ട്. അയ്യോ ഈ പാട്ടല്ലേ എന്നോട് ചേട്ടൻ പാടിക്കേൽപ്പിച്ച്, ഇതിപ്പോൾ ഒരു ഡുവറ്റാക്കി. എനിക്ക് ഒരു ഇതായി പറഞ്ഞു. അപ്പം ഞാൻ പഠിച്ച് അപ്പം തന്നെ പാടി. നല്ല രസമായിരുന്നു ആ ടേക്ക്. അത് പിന്നെ എനിക്കിത് ചേട്ടനോട് പറയണ്ടേ, ചിലപ്പോൾ ചേട്ടൻ അറിഞ്ഞു കാണില്ല. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഇത്രയും സംസാരിച്ചിട്ട് പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ആ പാട്ടിലൊരു 4 വരി കുട്ടി പാടിയോ? അത് ശരി, ഓക്കെ, അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ദിവസം FM-ൽ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, അസലായിണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ, അത്രേ പറയുള്ളൂ ചേട്ടൻ. അത്രയും അതൊക്കെ കേൾക്കാന്ന് പറഞ്ഞത് അതൊരു വേറെ ഒരു ഇതാണ്. അപ്പം ചേട്ടൻ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്കിങ്ങനെ ഓർക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമം. ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഈ കൊരലാളം നെക്ലസ്. കൊരലാരോ ഇരിക്കും, കൊരലാഴമൊന്നുമല്ല. അങ്ങനെ ഒരു പാട്ടുണ്ട്. അതെന്നെ ഞാൻ പറഞ്ഞത്. ആണോ? അതേത് പാട്ടാ? അല്ല, മറ്റേ പാട്ട് ഒഴുകിടുമാറ്റിന്റെ കൽപ്പടവിൽ ചാരി, അല്ല മഴമുകിലുളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുള്ള കൊണ്ടൊരു കൊരലാരം കെട്ടി. കൊരലാഴം എന്നൊക്കെ. അത് ആര്? ഭാസ്കർ മാഷിന്റെയാ? ഭാസ്കരൻ മാസ്റ്റർ. അപ്പൊ എനിക്ക് ഭാഷ അറിയാമെന്ന് മനസ്സിലായില്ലേ, പാട്ട് അറിയാവുന്ന. കൊരലാരം ഇതാണല്ലേ? ഓഫ്, എന്റെ കൊരലാരം. അല്ല, എനിക്ക് മാലകൾ ഭയങ്കര ഇഷ്ടമാണ്. കമ്മലുകൾ അത്ര ഇഷ്ടമല്ല. കാരണം എനിക്ക് ചെവിയിൽ ഹെവി സാധനങ്ങളൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. ഏറ്റവും സിമ്പിളേ ചെവിയിലുണ്ടാവുള്ളൂ. കാതില എപ്പോഴും കുഞ്ഞായിരിക്കും. ഇതിലും ചെറുതാണ് വേണ്ടത്, പക്ഷെ ഇതിപ്പം ഇന്ന് ഇതായിപ്പോയി. ഇത് ഞാൻ നല്ല ഗമയായിട്ട് വെക്കും. ഒരുങ്ങി ഇറങ്ങാൻ ഒരുപാട് ടൈം എടുക്കില്ലേ? ഞാൻ നല്ലൊരു ഹോം മേക്കറും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരുങ്ങി ഇറങ്ങണമെങ്കിൽ പടപടയെന്ന് ഒരുങ്ങി ഇറങ്ങും. ടൈം മാനേജ്മെന്റ് ആണ് മെയിൻ. പക്ഷേ ഈ വൃത്തിയാക്കൽ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്? അതുണ്ട്. വൃത്തിയുടെ ഒരു അസുഖമുള്ളതുകൊണ്ട് അത് നമ്മുടെ ഒരു
അല്ല അങ്ങനെയല്ല, അസുഖം ചില സമയത്ത് അല്ല, OCD അതല്ലാന്ന് ഇപ്പൊ എല്ലാരും പറയണ്ടല്ലോ. പക്ഷെ ചില സമയത്ത് നമുക്ക് പാടാണ്. കാരണം മൈക്രോഫോണൊക്കെ ഇപ്പൊ ചിത്ര ചേച്ചിയൊക്കെ എപ്പോഴും മൈക്ക് നന്നായിട്ട് സാനിറ്റൈസർ വെച്ച് തുടച്ചിട്ടേ ഉപയോഗിക്കുള്ളൂ. അപ്പം നമ്മളതൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം എത്ര പേര് പാടുമ്പം അവരുടെ തുപ്പലൊക്കെ നമ്മൾ തെറിക്കില്ലേ, ചുണ്ടിൽ മുട്ടിയാണ് എപ്പോഴും മയക്കിരിക്കുക. അത് തന്നെയല്ലേ നമ്മളെടുത്ത് പിന്നെ. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ അറിഞ്ഞു വരുമ്പോൾ ഇത് ഭയങ്കര ഇതുപോലെ ഒരു അയ്യോ. അപ്പൊ ഇതേപോലെ വന്ന് ചാരിയൊന്നും നിൽക്കൂല ഇവിടെയൊക്കെ ഇവിടെയൊന്നും ഒന്നും ഇരിക്കില്ല. ഇവിടെ ഒരുപാട് പേര് എന്നെ പോലെ ഒരുപാട് വൃത്തിയേട്ടന്മാർ പിടിച്ചതാണ്. അല്ല, അത്ര OCD ഒന്നും എനിക്കില്ല. അത്യാവശ്യം കുറച്ച് ഇതൊക്കെ ഉള്ളൂ. എന്നാലും അത് പറഞ്ഞ പോലെ അതും ടൈം, അതൊക്കെ എനിക്ക് മെയിനാണ്. ഡിസിപ്ലിൻ, കറക്റ്റ് സമയത്തിന് അതൊക്കെയാണ് നമ്മൾ പഴയ ഒരു ഇതിന്ന് വന്നതുകൊണ്ടുള്ളൊരു ഇതാണ്. ഒരു സ്ഥലത്ത് നമുക്ക് ലേറ്റ് ആവാം, അത് പറ്റില്ല. പണ്ട് ഞാനിപ്പം ജോൺസൺ മാസ്റ്ററിൻ്റെ ഒക്കെ വർക്കിന് ഞാൻ സിനിമയിൽ പാടിയിട്ടില്ലെങ്കിലും അവരുടെ പുറത്ത് ഈ റീറെക്കോർഡിങ് ആൽബംസിനൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. രാഘവ മാസ്റ്ററിൻ്റെ ഒരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് പാടുന്നത്. അന്ന് രാഘവ മാസ്റ്റർ ആരെന്ന് എനിക്കറിയില്ല, ഒരു അപ്പൂപ്പൻ അത്രേ അറിയുള്ളൂ. അത് ഇപ്പോഴാണ് ആ ഒരു ഗുരു ശിഷ്യ ബന്ധം ആ ലൈനാണ് പണ്ട്. ഇപ്പം അത് ഇല്ല, നമുക്ക് ഭയങ്കര ഫ്രീ ആണ്. ആക്ച്വലി ഇത് ഭയങ്കര നല്ലതാണ്. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസിപ്ലിൻ, ടൈം കറക്റ്റായിട്ട് പാലിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി. ഇടയ്ക്ക് കയറിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ജോൺസൺ മാഷിനെ പറഞ്ഞതുകൊണ്ട് രാഗദേവനും നാദകന്യയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഞാനത് അല്ല, അത് ഈ പറഞ്ഞല്ലേ ചില സിനിമകളിൽ ഒരു പാട്ട് ഭയങ്കര പോപ്പുലർ ആവും, പക്ഷെ വേറൊരു പാട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും, അത് അത്ര പോപ്പുലർ ആവില്ല. എനിക്ക് എപ്പോഴും പോപ്പുലർ ആവാത്ത പാട്ടുകളാണ് ഇഷ്ടം. രാജഹംസ ഉള്ളപ്പോഴ് രാജഹംസത്തെ മറിച്ചിട്ട് രാഗദേവനും കയറി വന്ന പാട്ടാണ്. അയ്യോ, അതൊരു ഞാൻ മനോജേട്ടനോടൊക്കെ പറയായിരുന്നു, മനോജേട്ടാ ആ പാട്ടൊരു രക്ഷയില്ല. അപ്പൊ അത് പാടണോ? പിന്നെ രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ മൂങ്ങാങ്കുഴിയിട്ടു അറിയാപ്പവിഴം തേടി അലകളിൽ ഈറനാം കവിത തേടി രാഗദേവനും നാദകന്യയും. ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള വേറെ പാട്ട് കൂടെ ഉണ്ട്. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും കാണാപ്പൂഞ്ചെപ്പിലെ തിങ്കാശിക്കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. സൂപ്പർ. ജോൺസൺ മാഷ് പൊളി. ഈ രാഗദേവന്റെ കേസിൽ ഞാൻ കൈതപ്രസാദിനോട് ചോദിച്ചു, ഈ തീരത്താണല്ലോ അറിയാ പവിഴം തേടിയതെന്ന് ചോദിച്ചു. അപ്പൊ തീരത്ത് തേടാൻ പറ്റില്ലല്ലോ. അല്ല, രാഗവും നാദവും ഒക്കെ അല്ലേ, അപ്പം അവർക്ക് ഇങ്ങനെ സഞ്ചരിക്കാമല്ലോ എന്നുള്ള രീതിയിൽ കാണണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഈ ഗിരീഷേട്ടൻ്റെ ഈ വെള്ളിത്തിങ്കൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉള്ളിനുള്ളിൽ താലോലം താളം തേടി, അതിപ്പോ എന്തിനാ അവിടെ താലോലം താളം തേടി? താലോലം എന്ന് വെച്ചാൽ ലല്ലബി, താരാട്ട് പാട്ടാണ്. അപ്പൊ താലോലം എന്തിനാ അവിടെ താളം തേടിയത്? താലോലം താളം തേടിയത് എന്തിനാണെന്ന് ഞാനിപ്പോ പറയൂല, നിങ്ങൾ പോയി അർത്ഥം കണ്ടുപിടിച്ചോ. അതെങ്ങനെ സസ്പെൻസ്. താലോലം എന്തിനാ അപ്പൊ താളം തേടിയെന്നുള്ളത് നിങ്ങൾ ആ പാട്ട് കറക്റ്റ് ആയിട്ട് കേട്ടാൽ മനസ്സിലാവും. ഞാൻ പിന്നീട് ഒരിക്കല് നമുക്കൊരു പരിപാടിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ എന്തായാലും ആ പാട്ടൊരു ഭയങ്കര പാട്ടാണ്, അസാധ്യ പാട്ടാണ്. എന്ത് ഫീലാന്നറിയോ? പ്രോഗ്രാമിനൊക്കെ നമുക്ക് എല്ലാ പരിപാടിക്കും ഇതൊന്നും പാടാൻ പറ്റില്ല, പക്ഷെ ചില സാധനം വരും, ജോൺസൺ നൈറ്റ് അല്ലെങ്കിൽ, അപ്പൊ ഞാൻ അങ്ങോട്ട് അവരോട് പറയും, സ്ഥിരം മറ്റേ കുറേ ലിസ്റ്റ് തരുമല്ലോ, ആടിവാക്കാറ്റ്, പാലപ്പൂ, ഞാൻ പറയും എനിക്ക് അങ്ങോട്ടൊരു പാട്ട് പറയാം. മൗനം സ്വരമായൊക്കെ അല്ലെങ്കിലും ഉണ്ടാവും. ഈ രാഗദേവനും അങ്ങനെ രവീന്ദ്രൻ മാസ്റ്ററിന്റെ പ്രോഗ്രാമാണെങ്കിൽ ആരും കൊടുക്കും ഞാൻ. ആരും എന്നുള്ള പാട്ട് ഇപ്പം മൗലിയിലും കാർമുകിൽ വർണ്ണന്റെയും ഭയങ്കര ഹിറ്റാണ് ആ സിനിമയിലെ. പക്ഷെ ആരും എന്നുള്ള പാട്ടൊരു വേറെ തന്നെ. അത് ജയചന്ദ്രൻ സാർ അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് അത് പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് പാടാൻ ശ്രമിക്കുന്നത്. ആ തുടക്കമില്ലേ, ആ സാധനത്തിനകത്ത് പുള്ളി കൊടുത്തേക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു രക്ഷയില്ല. അതിൽ ആ മാജിക് ഉണ്ട് കേട്ടോ. സുജാ ചേച്ചിയും കൂടി വന്നപ്പോഴേക്കും അതൊരു
അതിൻ്റെ വിഷ്വലും ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, മിഴികളിൽ ഇതളിട്ടു നാണം നീ, മഴയുടെ ശ്രുതിയിട്ടു മൗനം, അകലേ മൂക്കിലായി നീയും ഞാനും പറന്നുയർന്നു, ഹോ പറന്നുയർന്നു. അത് ആ വിഷ്വൽ, ആ അകലേ മുകളിൽ ഒരു ലോങ് ഷോട്ടാണ് രഞ്ജിത്തേട്ടൻ വെച്ച്. രക്ഷയില്ല. നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എനിക്കൊണ്ട് പാട്ട് പാടുന്നതും ഇന്റർവ്യൂസിൽ ഒരുപാട് പാട്ട് പഠിക്കാറില്ലേ പാട്ടുകാരെ കൊണ്ട്? പാട്ട് പാടിക്കലാണ് ഭയങ്കര നല്ലതാണ് ആക്ച്വലി. പക്ഷേ ഈ വരുന്നവർക്ക് സാധാരണ രീതിയിൽ പാട്ട് പാടാനുള്ളൊരു ഇതുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വരിക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ ആ പാട്ടുകൂടെ പാടി പറഞ്ഞ് കയറിപ്പോയാൽ ഓക്കെ, മുഴുവൻ പാടണമെന്നില്ല. അപ്പൊ എൻ്റെ ഉള്ളിങ്ങനെ ഇങ്ങനെ ഇതാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ ഇങ്ങനെ അത് പാടുമോ ഇത് പാടുമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങി, ഈ പാട്ടാണ് കേട്ടോ മൊത്തം. അപ്പോൾ ഇപ്പൊ രാജി എൻ്റെ മുമ്പിൽ നിന്ന് പാടുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് പറച്ചിൽ പോകുന്ന സമയത്തും അയ്യോ അതൊന്ന് നിർത്തിക്കോട്ടെ, ജോൺസൺ മാഷിന്റെ ആ പാട്ടൊന്ന് പാടിയിട്ട് എന്ന് പറയില്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ പറച്ചിലിനപ്പുറത്തേക്ക് അത് പാടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത് കൂടുതലാ. അപ്പം ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാ. ഇത് കഴിഞ്ഞിട്ട് 1-2 പാട്ട് പാടിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും രാജി എന്ന് പറയുന്ന ഒരു സിംഗറെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്റർവ്യൂവിൽ എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് വീണ്ടും കാണാമല്ലോ. വീണ്ടും കാണാം തീർച്ചയായിട്ടും. എന്റെ പൂ കളഞ്ഞല്ലേ, പൂവെടുത്തേരാം. പോയി അത്. പൂവില്ലെങ്കിലും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.